കോൺഗ്രസ് വിട്ട് CPM-ലെത്തിയ പി സരിന് കെ ഡിസ്കിൽ നിയമനം നൽകിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. വിജ്ഞാന കേരളം പരിപാടിയുടെ സ്ട്രാറ്റജിക് അഡ്വൈസറായാണ് നിയമനം. വാർത്ത അറിഞ്ഞ ഉടനെ ഏറ്റവും കൂടുതൽ ഹാലിളകിയത് അൻവറിനാണ്. ഞാൻ ഇടതുപക്ഷം വിട്ട് കോൺഗ്രസിലേക്ക് കയറി, അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന തരത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയ ഒരാൾക്ക് ഇത്രയും സ്വീകരണം കിട്ടുന്നത് കണ്ടിട്ട് അൻവറിന് തീരെ സഹിച്ചില്ല. അതിനെ തുടർന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി കഴിഞ്ഞ ദിവസം അൻവർ തന്നെ രംഗത്തു വന്നത്. ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്നതുപോലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സൈന്യം തിരിച്ചടി കൊടുക്കുന്നതിനിടയിൽ പിണറായി സർക്കാർ ബുദ്ധിപൂർവ്വം സരിനെ ഒരു പദവിയിലേക്ക് നിയമിച്ചു എന്നുള്ള ശക്തമായ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം അൻവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പുറത്തുവിട്ടത്. എന്നാൽ അതിനെതിരെ തന്റെ വാദങ്ങൾ നിരത്തി സരിൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സരിന്റെ മറുപടിയിൽ അൻവർ കണ്ടം വഴി ഓടിയെന്ന് പറഞ്ഞാൽ മതി. വിജ്ഞാന കേരളം ഉപദേശകനായി നാളെ ചുമതലയെടുക്കുമെന്ന് ഡോക്ടർ പി സരിൻ വ്യക്തമാക്കി. വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുന്നില്ല. സിവിൽ സർവീസ് പശ്ചാത്തലം ഉള്ളതുകൊണ്ടാകാം തനിക്ക് പുതിയ ചുമതല നൽകിയതെന്നും സരിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പണത്തിനു പിന്നാലെ പോകുന്നവനല്ല താനെന്ന് പഴയ കാലം പരിശോധിച്ചാൽ മനസ്സിലാകും. അഭിമുഖം നടത്തിയാണ് തന്നെ നിയമിച്ചതെന്നും പി സരിൻ പറഞ്ഞു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു സരിൻ. KPCC സോഷ്യൽ മീഡിയ കൺവീനർ പദവി രാജിവെച്ചാണ് സരിൻ ഇടതുപക്ഷത്തെത്തിയത്. KPCCയുടെ ഡിജിറ്റൽ മീഡിയ ചുമതലയുണ്ടായിരുന്ന സരിന് പാലക്കാട് സ്ഥാനാർത്ഥിത്വ ചൊല്ലിയാണ് കോൺഗ്രസ് വിട്ട് CPM-ലെത്തുന്നത്. തുടർന്ന് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിക്കുകയും ചെയ്തിരുന്നു. പരാജയപ്പെട്ടെങ്കിലും പിന്നീട് പാർട്ടി വേദികളിൽ സജീവ സാന്നിധ്യമായി സരിൻ മാറി. ഇതിന് പിന്നാലെയാണ് സരിന് പുതിയ പദവി ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. സരിന് നിർണായകമായ ഒരു പദവി സർക്കാർ നൽകുമെന്ന രീതിയിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഒറ്റപ്പാലം തിരുവില്ലാമല പകവത്ത് കുടുംബാംഗമായ ഡോക്ടർ പി സരിൻ സിവിൽ സർവീസ് ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിലെത്തിയത്. 2007 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പഠനം പൂർത്തിയാക്കിയ സരിൻ 2008 ആദ്യമായി സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത്. അന്ന് 555-ാം റാങ്ക് നേടിയ സരിൻ ഇന്ത്യൻ അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റ് സർവീസിലേക്ക് വഴി തുറന്നു കിട്ടി. തിരുവനന്തപുരത്തായിരുന്നു ആദ്യ പോസ്റ്റിംഗ്. പിന്നീട് 4 വർഷം കർണാടകയിലും ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലായി സേവനമനുഷ്ഠിച്ചു. അൻവറിന് കൃത്യമായ മറുപടി കിട്ടിയതോടെ ഉത്തരം മുട്ടിയ അവസ്ഥയിലായി. കോൺഗ്രസിലേക്ക് ചേക്കേറിയെന്നല്ലാതെ ഇതുവരെയും അവിടെ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ പോലും കഴിയാതെ തേരാ പാര തെക്ക് വടക്ക് നടക്കുന്ന അൻവറിന് സരിനെ ഇടതുപക്ഷം കൊടുത്ത സ്വീകാര്യത കണ്ട് കണ്ണുകടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ അതിന് തക്ക മറുപടിയാണ് സരിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.